ആവശ്യമുണ്ട് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സുധീരൻ ജാഥ നടത്തിയത്. സുധീരന്റെ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, സുധീരനെ കാസർഗോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് ഉമ്മൻചാണ്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചന മധ്യരാജാക്കന്മാരുമായുള്ള ഗൂഢാലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുധീരൻ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഈ പാക്കേജ് ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് യാഥാർത്ഥ്യമായി. KPCC പ്രസിഡന്റിനോടല്ല ഉമ്മൻചാണ്ടി ഇപ്പോൾ കൂടിയാലോചന നടത്തുന്നത്. കെ മുരളീധരൻ എന്ന KPCCയുടെ മുൻ പ്രസിഡന്റ് പറയുന്നു, KPCC ഗവൺമെന്റ് ആലോചനയ്ക്ക് വേണ്ടിയുള്ള ഏകോപന സമിതിയുടെ യോഗം 3 മാസമായി ചേർന്നിട്ട് ഗവൺമെന്റിന് നിർദ്ദേശം നൽകേണ്ടുന്ന പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് 3 മാസമായി. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് പാർട്ടി കമ്മിറ്റിയുടെ നിർദ്ദേശം ആവശ്യമില്ല. കാരണം ഉമ്മൻചാണ്ടിയെ നിയന്ത്രിക്കുന്നത് VM സുധീരനോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ല. കേരളത്തിലെ മധ്യരാജാക്കന്മാർക്ക് വിടുപണി ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ മദ്യത്തിന്റെ ദുർഗന്ധമാണ് ഉമ്മൻചാണ്ടി ആകമാനം മൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. ലഹരി ബാധിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഉമ്മൻചാണ്ടി ഇന്നലെ പത്രസമ്മേളനം നടത്തുമ്പോ കേരളത്തോട് അദ്ദേഹം പറയുന്നു, ഡ്രൈ ഡേ എന്ന പ്രഖ്യാപനം ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമല്ല, തനിക്ക് പറ്റിയ അബദ്ധമാണെന്നാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപാട് പേരോട് കൂടി ആലോചിക്കും. അദ്ദേഹത്തിന് ആലോചിക്കാൻ ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. 20 മന്ത്രിമാരടങ്ങിയ ക്യാബിനറ്റ്, ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരടങ്ങിയ സെക്രട്ടേറിയറ്റ്, അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മിറ്റി, ഒരുപാട് ഭരണപരവും പാർട്ടിപരവുമായ സംവിധാനങ്ങളോട് കൂടിയാലോചിച്ചാണ് ഒരു മുഖ്യമന്ത്രി തീരുമാനമെടുക്കേണ്ടത്. ഉമ്മൻചാണ്ടി പറഞ്ഞത്, മദ്യനിരോധന പാക്കേജ് അവതരിപ്പിക്കുമ്പോൾ ഡ്രൈ ഡേ എന്ന ആശയം വേണ്ടത്ര ആലോചിക്കാതെ ഞാൻ എടുത്തൊരു തീരുമാനമാണെന്നാണ്. ആലോചിക്കാതെ തീരുമാനമെടുക്കുന്നത് ലഹരി ബാധിച്ചവരാണ്, കള്ളുകുടിച്ച് ലഹരി നഷ്ടപ്പെടുന്നവരാണ്. ആലോചിക്കാതെ തീരുമാനമെടുക്കുന്നത് ഉമ്മൻചാണ്ടി. ആരുടെ ലഹരിയാണ് ഉമ്മൻചാണ്ടിയെ ബാധിച്ചത് എന്നാണ് ഇനി അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ലഹരി ബാധിച്ച സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി ബാധിച്ചവരെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണമേൽപ്പിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്, UDF സർക്കാർ രാജിവെച്ച് പുറത്തു പോകണം. കേരളത്തിലെ ജനങ്ങൾക്ക് സ്വബോധമുണ്ട്. സ്വബോധം നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭയുടെ കീഴിൽ ജീവിക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ സർക്കാർ രാജിവെച്ചു പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കോടികളുടെ ഇടപാടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 20 കോടി രൂപയാണ് മധ്യരാജാക്കന്മാർ പിരിച്ചത്. എന്താ 20 കോടി രൂപയുടെ കണക്ക്? കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി കഴിച്ചാൽ 20 മന്ത്രിമാരാണുള്ളത്. 20 മന്ത്രിമാർക്ക് 20 കോടി രൂപ. അതിൽ 1 കോടി രൂപയാണ് മാണി കൈപ്പറ്റിയത്. ഇപ്പോൾ മനസ്സിലായി ബാക്കി 19 കോടി എങ്ങോട്ടാണ് പോയതെന്ന്. 19 കോടി രൂപ 20 മന്ത്രിമാർ. മുഖ്യമന്ത്രി അതിൽ പെടുത്തിയില്ല. കാരണം മുഖ്യമന്ത്രിക്ക് 1 കോടി കൊടുത്താൽ പോരാ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കണക്ക് വേറെയാണ്. അത് 20 കോടിയിലില്ല. 20 കോടി 20 മന്ത്രിമാർക്ക് വേണ്ടി. അതാണ് ഇവിടെ നടന്നത്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ കേരളത്തിലെ ക്യാബിനറ്റിൽ യോഗം ചേരുമ്പോ 20 മന്ത്രിമാരിൽ 5 പേർ മുസ്ലിം ലീഗ്, 4-ൽ 1 മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ. അവര് ഇന്നലെ ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിച്ചു. കേരളത്തിലെ മന്ത്രിസഭയിൽ ഏറ്റുപരിചയമില്ലാത്ത, കീഴ്വഴക്കമില്ലാത്ത കാര്യം മന്ത്രിസഭാ യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുക. അങ്ങനെ ഒരു നടപടിയില്ല. നിയമപരമായോ സാങ്കേതികമായോ മന്ത്രിസഭാ യോഗത്തിൽ വിയോജനം രേഖപ്പെടുത്താൻ മന്ത്രിമാർക്ക് അവകാശമില്ല. ക്യാബിനറ്റിന്റെ തീരുമാനം അതാണ് നടപ്പിലാക്കുന്നത്. അതൊരു ജനാധിപത്യപരമായി വോട്ടിട്ട് തീരുമാനിക്കുന്നതല്ല മന്ത്രിസഭ എന്ന് പറയുന്നത്. അവിടെ ലീഗ് മന്ത്രിമാർ വിയോജനം രേഖപ്പെടുത്തി. എന്നിട്ട് കേൾക്കണോ വേറെ തന്ത്രം? ലീഗ് മന്ത്രിമാർ വിയോജനം രേഖപ്പെടുത്തി എന്നത് മുഖ്യമന്ത്രി തന്നെ പത്രക്കാരോട് പറയുന്നു. സാധാരണ ക്യാബിനറ്റിൽ ഒരു മന്ത്രി ഏത് അഭിപ്രായം പറഞ്ഞു എന്ന് പുറത്തു പറയാൻ പാടില്ല. അതാണ് സാമാന്യ മര്യാദ. ആ മര്യാദ ഉമ്മൻചാണ്ടി ലംഘിച്ചതല്ല. ഉമ്മൻചാണ്ടിയോ മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ലീഗിന്റെ ഇമേജിന് പരിക്ക് പറ്റാതിരിക്കാൻ ഉമ്മൻചാണ്ടി തന്നെ പറയുകയാണ്, ലീഗ് മന്ത്രിമാർ വിയോജനം രേഖപ്പെടുത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ
തങ്ങളുടെ നിർദ്ദേശം കേൾക്കാതെ തങ്ങളോട് ചോദിക്കാതെയാണ് മുസ്ലിം ലീഗ് മന്ത്രിമാർ ഈ കല്ല് കച്ചവടത്തിൽ തുറ്റുചേർന്നിറങ്ങി അവരെ പുറത്താക്കാൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ധൈര്യം കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എല്ലാവരെയും കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. കള്ള കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എം മാണി എന്ന് പറയുന്ന ഒരു മഹാവിരുദ്ധൻ, ആ മഹാവിരുദ്ധനെതിരെ ഒരു അഴിമതി ആരോപണം ബാറുടമകൾ കൊണ്ടുവരികയാണ്. ബാറുടമകളുടെ ലക്ഷ്യം കൃത്യമാണ്. ബ്ലാക്ക് മെയിലിംഗിലൂടെ സർക്കാരിന്റെ നിലപാട് മാറ്റുക. കേരളത്തിലെ ജനങ്ങൾ പൊരുതി നേടിയ വിജയമാണ്. ഉമ്മൻചാണ്ടിയുടെ ഔദാര്യമല്ല മദ്യനിരോധനം എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി കേരളീയർ പൊരുതുകയാണ്, സ്ത്രീകൾ പൊരുതുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നൂറുകണക്കിന് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരത്തിലൂടെ പ്രബുദ്ധനായ മലയാളി നേടിയെടുത്ത വിജയമാണ് മദ്യനിരോധന പദ്ധതി ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നത്. ആ പദ്ധതി തകർക്കാൻ ആരൊക്കെയാണ് ശ്രമിച്ചത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പങ്കെടുത്തത്? ഉമ്മൻചാണ്ടി ആദ്യം സുധീരനെ മറികടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പദ്ധതി പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി സുധീരൻ മുഴുവൻ കടിച്ചു കൊണ്ടുപോകാൻ തോന്നുന്നു. മദ്യനിരോധനം യാഥാർത്ഥ്യമാകുകയാണ്. താൻ മദ്യലോബിയുടെ ആളായി മാറും. സുധീരൻ മദ്യവിരുദ്ധരുടെ പക്ഷത്ത് നിൽക്കും. സുധീരൻ ഇമേജ് കൊണ്ടുപോകുമെന്ന് കണ്ടപ്പോ പാതിരാത്രി ക്ലിഫ് ഹൗസിൽ കിടന്നുറങ്ങി ഉമ്മൻചാണ്ടിക്ക് പെട്ടെന്നുണ്ടായ വെളിപാടാണ് സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് പിറ്റേന്ന് UDF യോഗത്തിൽ ഉമ്മൻചാണ്ടി ഒരു പാക്കേജ് അവതരിപ്പിച്ചത്. ആ പാക്കേജിലൂടെ തന്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചു. അതാണ് ഇവിടെ നടന്നത്. അത് നടക്കുമ്പോൾ തന്നെ UDF പാക്കേജ് വെക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി കള്ളി രാജാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അവരോട് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് കള്ളുകാർ ഹൈക്കോടതിയിൽ പോകുന്നത്, മദ്യമുതലാളിമാർ ഹൈക്കോടതിയിൽ പോകുന്നത്. കോടതി ആദ്യം UDF സർക്കാരിന്റെ മദ്യനയം അത് ഭരണപരമായ തീരുമാനമായതുകൊണ്ട് കോടതി ഇടപെടില്ല, ഗവൺമെന്റിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് പച്ചക്കൊടി കാണിച്ചിടത്ത് നിന്ന് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചോ സിംഗിൾ ബെഞ്ചോ നിരവധി തവണ നിറം മാറിയത് കേസ് നടത്തുമ്പോൾ UDF സർക്കാർ നടത്തിയ വീഴ്ച കൊണ്ടാണ്. UDF കോടതി വഴി പാക്കേജ് അട്ടിമറിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. ഉമ്മൻചാണ്ടി ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ സ്വീകരിക്കുന്ന സമീപനമാണത്. കോടതിയെ ഉപയോഗിച്ച് തീരുമാനങ്ങൾ അട്ടിമറിക്കുക. കോടതി വഴി പാക്കേജ് അട്ടിമറിച്ചാൽ തന്റെ ഇമേജിന് കോട്ടം വരില്ല. കോടതി പറഞ്ഞത് കൊണ്ട് അത് ചെയ്തു എന്ന് വരുത്തി തീർക്കാനും കഴിയും. ഉമ്മൻചാണ്ടി വിചാരിക്കണ്ട, അരിയാഹാരം കഴിക്കുന്ന മലയാളിയെ ഉമ്മൻചാണ്ടിയുടെ പൊട്ടീസിൽ വിട്ടികളാക്കാമെന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ കരുതിക്കൊള്ളൂ. തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല. കേരളത്തിലെ അവസാനത്തെ തിരഞ്ഞെടുപ്പിലല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. ഇനിയും തിരഞ്ഞെടുപ്പുകൾ ബാക്കിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നാടകത്തിന്റെ ഭാഗമായി കോടതി ഉപയോഗിച്ച് പാക്കേജ് അട്ടിമറിക്കുന്നു. പാക്കേജ് അട്ടിമറിക്കുമ്പോ മറുവശത്ത് കൂടി മദ്യരാജാക്കന്മാർ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് കോട കൊടുത്തു എന്ന് മദ്യമുതലാളിമാരുടെ അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് കേരളത്തോട് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിൽ മന്ത്രിസഭയുടെ പ്രമുഖൻ എം മാണി അദ്ദേഹം കോഴ വാങ്ങി. എം മാണിയെ ലക്ഷ്യമിട്ട് അത് വെളിപ്പെടുത്തിയത് ഈ രഹസ്യമറിയാവുന്ന ഉമ്മൻചാണ്ടി തന്നെയാണ്. അതാണ് PC ജോർജ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് മാണി സാറിനെതിരായ ഗൂഢാലോചന നടന്നത്. ഇതറിയുന്ന ആളാണ് ഉമ്മൻചാണ്ടിയാണ്. ക്യാബിനറ്റ് രഹസ്യം പോലെ ഈ ഇടപാടിന്റെ മുഴുവൻ വിവരങ്ങൾ അറിയുന്ന മുഖ്യമന്ത്രിയാണ്. ഈ വിവരം വളരെ കൃത്യമാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മദ്യമുതലാളിമാർ ഒരമ്പയുകയാണ് ചെയ്തത്. അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുന്നു. അവര് ആദ്യം അഴിമതി ആരോപണം ഉന്നയിച്ചു. വിജിലൻസ് എൻക്വയറി എടുത്തപ്പോൾ മദ്യരാജാക്കന്മാരുടെ സംഘടനാ നേതാക്കന്മാർ ആരും തെളിവ് കൊടുക്കാൻ വന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ആരും തെളിവില്ല, അന്വേഷണം നടക്കില്ല, തള്ളാൻ പോകുന്നു. അതേസമയം അവർ തന്ത്രം സ്വീകരിച്ചു. മദ്യമുതലാളിയുടെ കാർ ഡ്രൈവർ എം മാണിക്കെതിരെ മൊഴി കൊടുത്തു. കാർ ഡ്രൈവർ മൊഴി കൊടുത്തപ്പോൾ സർക്കാർ പിടികിടാതെ വെച്ചു. അത് മദ്യരാജാക്കന്മാരുടെ തന്ത്രമാണ്. മുഴുവൻ കേസും പിൻവലിക്കാതെ ഒരു കാർ
ആ കാർഡിലുണ്ടായിരുന്ന മുതലാളി ആർക്കാണ് പണം കൊടുത്തത് എന്ന് തെളിവ് ശേഖരിക്കേണ്ടി വരും. അവിടേക്ക് വിജിലൻസ് പോകും എന്ന സൂചന നൽകിക്കൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് ബാർ മുതലാളിമാർ വിജിലൻസിന് തെളിവ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഈ തീരുമാനം ഉമ്മൻചാണ്ടി അതിവേഗത്തിലെടുത്തത്. അദ്ദേഹത്തിന് മനസ്സിലായി മദ്യമുതലാളിമാരാണല്ലോ. അവരുടെ തന്നെ നേതാവ് പറഞ്ഞു, ഞങ്ങളെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കുടിക്കുന്നതാണ്. ചാനലുകാരോട് വെളിപ്പെടുത്തിയത് കുടിച്ചപ്പോ ലഹരി വന്നപ്പോ പറഞ്ഞു പോയതാണ്. ഉമ്മൻചാണ്ടിക്ക് പേടിയായി. വൈകുന്നേരം ഈ അസോസിയേഷൻകാർ നേതാക്കന്മാർ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചാനലുകാരോട് പലതും പറയുമ്പോ തന്റെ പേരും പറഞ്ഞു പോകുമോ എന്ന് ഉമ്മൻചാണ്ടി പേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വേഗം ലൈസൻസ് പുനഃസ്ഥാപിച്ചത്. തത്വത്തിൽ എല്ലാ ബാറും തുറക്കാൻ പോവുകയാണ്. 418 വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അടച്ചുപൂട്ടാൻ സുപ്രീം കോടതി ഉത്തരവിട്ട 418 ബാറും ബിയർ വൈൻ പാർലറായി പുനരുജ്ജീവിക്കപ്പെടാൻ പോവുകയാണ്. നാളെ മുതൽ എന്നാണോ എക്സൈസ് തീരുമാനിക്കുന്നത് അന്ന് മുതൽ ആ എല്ലാ ബാറും പ്രവർത്തിക്കാൻ പോകുന്നു. അവിടെ ബിയറാണോ വൈനാണോ വിൽക്കുന്നത് എന്നെന്തായാലും ഉമ്മൻചാണ്ടിയുടെ പോലീസും എക്സൈസും അന്വേഷിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് ബിയർ വൈൻ പാർലറിന്റെ മറവിൽ പഴയ കല്ല് കച്ചവടം സുഗമമായി നടത്താൻ 418 പൂട്ടിച്ച സുപ്രീം കോടതിയെ മറികടന്ന കാപട്യത്തിന്റെ പ്രതിരൂപമാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ നോർത്ത് ബ്ലോക്കിലെ 1-ാം നമ്പർ റൂമിൽ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്ര അപമാനിതനായ കേരള ജനതയെ ഇത്രയധികം മാനം കെടുത്തിയ ഒരു മുഖ്യൻ കേരളം ഭരിച്ചിട്ടുണ്ടാകില്ല. ഭരിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് കേരളത്തിൽ ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയൂ. ഇത്ര ഗൂഢമായ പദ്ധതി വളർന്നു പിടിക്കുന്ന ജനങ്ങളെ ആകെ പരിഹാസ്യരാക്കുന്ന ഒരു തന്ത്രം, അതാണ് ഇവിടെ സ്വീകരിക്കപ്പെട്ടത്. ഈ തന്ത്രത്തിന് മുന്നിൽ കേരളത്തിലെ പ്രതിപക്ഷം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് UDF സർക്കാരിന്റെ ഈ വൃത്തികെട്ട തീരുമാനം നടന്നതിന്റെ പിറ്റേന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെൽഫെയർ പാർട്ടി മാത്രം പ്രതിഷേധമായി എത്തിയത്. കേരളത്തിലെ പ്രതിപക്ഷത്തെ ഇതിന്റെ അടുത്തുപോലും കാണാത്തത് ഉമ്മൻചാണ്ടിയുടെ ഈ ഗതിയിൽ പ്രതിപക്ഷം വീണതുകൊണ്ടാണ്. പിണറായി വിജയൻ AKG സെന്ററിലുണ്ട്, പന്ന്യൻ രവീന്ദ്രൻ MS സ്മാരകത്തിലുണ്ട്, VS അച്യുതാനന്ദൻ കന്മോഹൻദാസിലുണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെൽഫെയർ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നത് കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തെ ബാധിക്കുന്ന നിർണായകമായ ഒരു പ്രശ്നം വന്നപ്പോ ഒരു നേതാവിനെയും കാണുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഒരു ഒരിടലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലില്ല. നാം കാണേണ്ടത് മനസ്സിലാക്കേണ്ടതാണ്. ഇത്ര തന്ത്രപരമായ ധാരണ ബാർ മുതലാളിമാർക്ക് വേണ്ടി മുഖ്യമന്ത്രി, അവർക്ക് വേണ്ടി പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുമ്പോൾ കേരളത്തിലെ മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രതിഷേധങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സമ്പൂർണ്ണ മദ്യ നിരോധനം രാഷ്ട്രീയ അജണ്ടയായി പ്രഖ്യാപിച്ച പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഞങ്ങൾ പിന്മാറില്ല. ഉമ്മൻചാണ്ടി ഇത് നടപ്പിലാക്കി തരും എന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ല സുധീരനെ പോലെ ഞങ്ങൾ ഈ മുദ്രാവാക്യം മുഴക്കിയത്. അങ്ങനെ ആരെങ്കിലും മണ്ടന്മാർ ഉമ്മൻചാണ്ടി പറഞ്ഞത് വിശ്വസിച്ചുവെങ്കിൽ ആ മണ്ടന്മാരുടെ കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി അട്ടിമറിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായി ഞങ്ങൾ എടുത്ത തീരുമാനം സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം വെൽഫെയർ പാർട്ടി തുടരുകയാണ്. അത് തുടരുന്നത് പൂർവാധികം ശക്തിയോടെ തുടരുന്നു എന്ന് തെളിയിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്. കേരളത്തിലെ മനസാക്ഷിയുടെ മുഴുവൻ പിന്തുണയും വെൽഫെയർ പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. ജനങ്ങൾ, മദ്യനിരോധന പ്രവർത്തകർ, സ്ത്രീകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പോരാട്ടം വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയല്ല ഇനി ആര് ഭരിച്ചാലും കേരളത്തിന്റെ മദ്യം, ഒഴുകുന്ന മദ്യം, അതിന് തടയിടുക, അതില്ലാതാക്കുക എന്ന വിജയം നേടിയെടുക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും. UDF സർക്കാർ സുഗമമായി മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. തെരുവിൽ ഞങ്ങൾ നേരിടാൻ പോവുകയാണ്. നിയമസഭ അടച്ചുപൂട്ടി സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ സുഖമായിരിക്കുന്നു ഉമ്മൻചാണ്ടി. ജനാധിപത്യത്തിന്റെ പൊതുനിരത്തിൽ ഞങ്ങൾ UDF സർക്കാരിനെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. മുസ്ലിം ലീഗ്
വലിക്കുന്ന ഒരവസ്ഥയിൽ മാത്രം ഉമ്മൻചാണ്ടി ഇറങ്ങിയാൽ മതി. അതുവരെ അവിടെ ഇരുന്നു കൊള്ളൂ, താങ്കൾ അവിടെ ഇരുന്നു കൊള്ളൂ. പക്ഷേ ജനാധിപത്യ കേരളം നടത്തുന്ന വിചാരണ ഉമ്മൻചാണ്ടിക്കും കൂട്ടാളികൾക്കും നൽകുന്ന സ്ഥാനം അതെന്താണെന്ന് വരും കേരളം തെളിയിക്കും. ആ പോരാട്ടത്തിന് വെൽഫെയർ പാർട്ടി ധീരമായി നേതൃത്വം നൽകും എന്നറിയിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. പ്രിയപ്പെട്ട സഹോദരി